ഫസ്റ്റ് സെമസ്റ്ററിലെ അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിലെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള അസസ്മെൻറ്റ് പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് സ്കൂൾ എന്നുള്ള ചാപ്റ്ററിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ ഡിഫറെൻറ്റ് കാര്യങ്ങൾ, അതായത് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ എങ്ങനെയൊക്കെ അസസ്മെൻറ്റ് കാര്യങ്ങൾ കൊണ്ടുപോകണം, അതിലെ ഡിഫറെൻറ്റ് അസസ്മെൻറ്റ് പ്രാക്ടീസിനെ കുറിച്ചിട്ടൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഒരു ഇൻക്ലൂസീവ് സ്കൂൾ, അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഓൾറെഡി ഉണ്ടാവില്ലേ. എല്ലാ ടൈപ്പ് സ്റ്റുഡൻസും, അതായത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളും ഡിസബിലിറ്റി ഇല്ലാത്ത കുട്ടികളും എല്ലാം ഒരേ ലേണിംഗ് എൻവിറോൺമെൻറ്റിൻ്റെ അണ്ടറിൽ പഠിക്കുന്നതാണ് ഒരു ഇൻക്ലൂസീവ് സ്കൂൾ, ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലുള്ള അസസ്മെൻറ്റ് പ്രാക്ടീസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇൻക്ലൂസീവ് പ്രാക്ടീസ് ആകുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടല്ലേ. അതായത് എല്ലാ കുട്ടികൾക്കും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ റൈറ്റ്, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുള്ള ഒരു കാര്യമാണ് ഇൻക്ലൂസീവ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം ഓരോ കുട്ടിയും ഓരോ ഇൻഡിവിജ്വലാണല്ലേ, ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ്. സോ ഇപ്പോൾ ഓരോ കുട്ടിക്കും ഡിഫറെൻറ്റ് കപ്പാസിറ്റി, ക്യാപ്പബിലിറ്റീസ്, നീഡ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവരുടെ ഫിസിക്കൽ നേച്ചറിലും അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ കാര്യങ്ങളിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ കുട്ടിയും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കുക, ഇൻഡിവിജ്വലായിട്ട് അവരെ അസസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് കുട്ടികളുടെ കപ്പാസിറ്റി എന്താണ്, അവരുടെ നീഡ്സ് എന്താണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഡാറ്റ കളക്ഷൻ ഇത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ നീഡ്സ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓരോ കുട്ടിയും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വെച്ച് ആ കുട്ടിയെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷനും അതുപോലെയുള്ള റെമഡിയൽ ടീച്ചിങ് മെത്തേഡ്സൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അപ്പോൾ ഇതൊക്കെ ഒരു ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ലേണർ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് എക്സാം, അത് ഫോർമലി ഇൻഫോർമലി ഒക്കെ നമ്മൾ എക്സാംസ് നടത്താറുണ്ട്. സോ ഇപ്പോൾ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെഷർമെൻറ്റ് ടൂളാണ്. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെഷറിങ് ടൂളാണ് ആക്ച്വലി ടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെസ്റ്റിൽ നമ്മൾ ആ കുട്ടിയുടെ നോളേജും അക്കാദമിക് സ്കിൽസ് കാര്യങ്ങൾ, ലേണിംഗ് പ്രോഗ്രസ് കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്റ്, നമ്മുടെ എക്സാമിനേഷൻ എന്നുള്ളൊരു കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഇവിടെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ടെസ്റ്റാണ് മെയിനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഫോർമൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫോർമലി നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ നടത്തുന്ന ആനുവൽ എക്സാംസോ അല്ലെങ്കിൽ വെൽ പ്രിപ്പയർഡ് നടത്തുന്ന ഇത് മിഡ് ടേം എക്സാംസൊക്കെയാണ് ഫോർമൽ ടെസ്റ്റിന് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ക്ലാസ് റൂമിൽ വെറുതെ, അതായത് ലൈക്ക് ഇപ്പോൾ ക്ലാസ് ടെസ്റ്റ് പോലെ നടത്തുന്നത്, സർപ്രൈസ് ടെസ്റ്റ് പോലെ നടത്തുന്നത്, ഇതൊക്കെയാണ് ഇൻഫോർമൽ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം ഫോർമൽ ടെസ്റ്റ് ആയാലും ഇൻഫോർമൽ ടെസ്റ്റ് ആയാലും അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ കുട്ടികളുടെ ലേണിംഗ് പ്രോഗ്രസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ അക്കാദമിക് പ്രോഗ്രസ് മനസ്സിലാക്കുക, ലേണിംഗ് പ്രോസസ്സ് മനസ്സിലാക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മളൊരു ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ ഒരു ഗുഡ് ടെസ്റ്റ് ആവണമെങ്കിൽ, ഒരു ടെസ്റ്റ് ഗുഡ് ടെസ്റ്റാന്ന് പറയണമെങ്കിൽ അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് വേണം. ആ ടെസ്റ്റ് വാലിഡ് ആവണം, അതായത് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വാലിഡിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ റിലയബിലിറ്റി ഉണ്ടാവണം, പ്രാക്ടിക്കബിലിറ്റി ഉണ്ടാവണം, ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് ആയിരിക്കണം, എല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവലിൽ അപ്രോപ്രിയേറ്റ് ഡിഫിക്കൽട്ടി ആവണം, അതായത് ഭയങ്കര ഡിഫിക്കൽട്ടി ആവരുത്, ഭയങ്കര ഈസി ആവരുത്, ഒരു മീഡിയേറ്റായ പോലെ, അതായത് ഡിഫിക്കൽട്ടിയും വേണം ഈസിയും വേണം, അതുപോലെ 2 പേർക്ക് എഴുതാൻ പറ്റുന്ന പോലത്തെ മോഡറേറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വേണം. അപ്പം ഡിഫിക്കൽട്ടി, അപ്രോപ്രിയേറ്റ് ഡിഫിക്കൽട്ടി കീപ്പ് ചെയ്യാം. അതുപോലെ നമ്മളതിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കുക, സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കണം. ആൻഡ് ഓൾസോ അപ്രോപ്രിയേറ്റ് ടൈം കീപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തു, വളരെ കുറഞ്ഞ ടൈം കൊടുത്താൽ ഓഫ്കോഴ്സ് കുട്ടികൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ കുട്ടികൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസ് അപ്രോപ്രിയേറ്റ് ടൈമിൽ അപ്രോപ്രിയേറ്റ് മാർക്കിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെയാണ് ഒരു ഗുഡ് ടെസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്.
ഒരു എക്സാമിനേഷനിൽ ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ അതിന് ഒരുപാട് യൂസസ് ഉണ്ട് അല്ലേ. മെയിനായിട്ടുള്ള ഒന്നെന്ന് വെച്ചാൽ കുട്ടികളുടെ ലേണിംഗ് പ്രോഗ്രസ് മനസ്സിലാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ആനുവൽ എക്സാംസൊക്കെ നോക്കിയിട്ടുണ്ട് കുട്ടികൾ നെക്സ്റ്റ് ലെവലിലേക്ക് പാസ്സാണോ ഫെയിലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ നെക്സ്റ്റ് ലെവലിലേക്ക് പ്രൊമോട്ടഡ് ആണോ എന്ന് മനസ്സിലാക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ അതിന് നമ്മൾ ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂമിലെ കുട്ടിയുടെ പൊസിഷൻ മനസ്സിലാക്കാൻ, എത്രാമത്തെ റാങ്കിലാണ് കുട്ടിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള മോട്ടിവേഷൻസ് കാര്യങ്ങൾ കൊടുക്കാനും, അതുപോലെ മാർക്ക് നല്ല കിട്ടിയ കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടാനൊക്കെ ഈ ഒരു ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് മാർക്ക് കുറയുമ്പോഴാണ് ആ കുട്ടിക്ക് ഏത് സബ്ജക്റ്റിലാണ് ഡിഫിക്കൽട്ടി ഉള്ളതെന്നും ഏതിലാണ് അവർക്ക് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും റെമഡിയൽ മെഷേഴ്സ് കാര്യങ്ങൾ വേണ്ടതെന്നൊക്കെ മനസ്സിലാവല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാൻ ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ടീച്ചറുടെ ക്ലാസ് റൂം എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാനും ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടിയുടെയും സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഓരോ പാരൻസ് മീറ്റിങ്ങിന് പ്രോഗ്രസ് കാർഡ് പാരൻസിന് കൊടുക്കും അല്ലേ. അത് ആക്ച്വലി എന്താണ്, കുട്ടിയുടെ ഇതുവരെയുള്ള മാർക്സ് കാര്യങ്ങൾ, ആ ഒരു അക്കാദമിക്കിലുള്ള മാർക്സ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് പ്രോഗ്രസ് കാർഡ് കൊടുക്കുക. അപ്പോൾ പാരൻസിനും കുട്ടിയുടെ ലേണിങ്ങിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവാനും ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടിയുടെ ലേണിംഗ് എൻകറേജ് ചെയ്യാനും നല്ല രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ടെസ്റ്റിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും യൂസ് ഓഫ് ടെസ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റാണ് പറയുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്. അപ്പം അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളുടെ അച്ചീവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലേ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ ഡിഫറെൻറ്റ് പ്രോസസ്സുകളുണ്ട്. അതായത് നമ്മളൊരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് പ്ലാൻ ചെയ്യണം. അതായത് അതിൻ്റെ ഡ്യൂറേഷൻ, ടോട്ടൽ മാർക്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുക. ലൈക്ക് അതിലെ ഒബ്ജക്റ്റീവിൻ്റെ വെയിറ്റേജ്, കണ്ടൻറ് വെയിറ്റേജ്, ഫോം ഓഫ് ക്വസ്റ്റ്യൻ വെയിറ്റേജ്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവൽ വെയിറ്റേജ് കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മൾ ബ്ലൂ പ്രിൻറ്റിനെ കുറിച്ച് പഠിക്കുന്നത് കേട്ടോ. ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബ്ലൂ പ്രിൻറ്റ്. ഈ സെമ്മിൽ മാത്രമല്ല തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവിൽ 4 ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവാണ് ഒരു എക്സാമിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ ആൻഡ് സ്കിൽസ്. ഇതാണ് 4 ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും എന്ത് ചെയ്യുക, നമ്മുടെ PPTയിലുണ്ട് കേട്ടോ, അതല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്സിലുണ്ടായിരിക്കും. കോളം വരച്ചിട്ട് ചെയ്യുന്നത് നോക്കിയാൽ മതി കേട്ടോ. അതിന് മാർക്സും പെർസെൻറ്റേജും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വെയിറ്റേജ് ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്. മെയിനായിട്ട് 3 ഫോം ഓഫ് ക്വസ്റ്റ്യനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഷോർട്ട് ആൻസർ, എസ്സേ ടൈപ്പ്. അതിലും എന്ത് ചെയ്യണം, മാർക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ദെൻ ഡിഫിക്കൽട്ടി, വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വേണം, ആവറേജ് ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് വേണം, ഈസി ക്വസ്റ്റ്യൻസ് വേണം. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് ഡിഫിക്കൽട്ടി ലെവലിലും നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ബ്ലൂ പ്രിൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് ആ 3 ബോക്സും കമ്പയർ ചെയ്തിട്ടാണ് ബ്ലൂ പ്രിൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഹൊറിസോണ്ടലി വെർട്ടിക്കലി നമുക്കിതിൽ അറേഞ്ച് ചെയ്യാനുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടൊരു ബ്ലൂ പ്രിൻറ്റിൻ്റെ ഒരു ഫിഗർ ഉണ്ട് കേട്ടോ, നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ആഫ്റ്റർ സെറ്റിംഗ് ബ്ലൂ പ്രിൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള മാർക്കിംഗ് സിസ്റ്റം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ ഇത്ര മാർക്ക്, അതിൽ എന്തൊക്കെയാണ് കീ പോയിൻറ്റ്സ് വേണ്ടത് എന്ന രീതിയിലുള്ള ആൻസർ കീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ആൻസർ കീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ആ ഒരു ഇതിൻ്റെ റിലയബിലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു ടെസ്റ്റിൻ്റെ വാലിഡിറ്റി, റിലയബിലിറ്റി ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ആൻസർ കീ വെച്ച് എവിടെ നിന്ന് ഏത് ടീച്ചർ നോക്കിയാലും ആ ഒരു ആൻസറിന് ഒരേ മാർക്കായിരിക്കും അല്ലേ. അപ്പോൾ അത് റിലയബിലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയിൻറ്റ് മെത്തേഡോ റേറ്റിംഗ് മെത്തേഡോ ഒക്കെ യൂസ് ചെയ്തിട്ട് മാർക്ക് നമുക്ക് ചെയ്യാം. മാർക്സ് ബേസോ ഗ്രേഡ് ബേസിലോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പം ഈ പെർസെൻറ്റേജിൻ്റെ ഇടയിൽ കിട്ടിയവർക്ക് ഈ ഗ്രേഡ്, അതിന് താഴെ പെർസെൻറ്റേജാണ് ഈ ഗ്രേഡ് എന്നുള്ള രീതിയിൽ നമുക്കൊരു കുട്ടി പാസ്സാണോ ഫെയിലാണോ, ആ കുട്ടിയുടെ അക്കാദമിക്കൽ പ്രോഗ്രസ് എന്താണ്, ക്ലാസ് റൂമിലെ റേഞ്ച് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ പറയാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ഒരു രോഗിയുടെ രോഗം ഡയഗ്നോസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യുക എന്ന് പറയുന്നത്. മെയിനായിട്ടും കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടി, അതായത് നേച്ചർ ഓഫ് ഡിഫിക്കൽട്ടി, കോസ് ഓഫ് ഡിഫിക്കൽട്ടി
എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് മെയിനായിട്ടും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. അപ്പം ഒരു കുട്ടിയെ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ടി നോക്കിയിട്ട് കുട്ടികളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. അതായത് ഓരോ കുട്ടിയും ഡിഫിക്കൽട്ട് ആയിരിക്കില്ല. ചില കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റിലായിരിക്കും ഡിഫിക്കൽട്ടി, ഇവിടേക്ക് എഴുതാനായിരിക്കും. ചില കുട്ടികൾക്ക് എക്സാമിൽ പെർഫോം ചെയ്യുന്ന ഡിഫിക്കൽട്ടി ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് ഇവിടെ നേച്ചർ ഓഫ് ഡിഫിക്കൽട്ടി ആൻഡ് കോസ് ഓഫ് ഡിഫിക്കൽട്ടി നമ്മൾ മനസ്സിലാക്കണം. ചിലർക്കത് ജന്മന ഉള്ളതായിരിക്കും, ചിലർക്കത് ചില പ്രത്യേക സാഹചര്യം, ഇപ്പം ഫാമിലി ഇഷ്യൂസ് കൊണ്ടൊക്കെ വന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? റെമഡിയൽ മെഷേഴ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി ആ ഒരു ഡിഫിക്കൽട്ടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മൾ ഓരോ കുട്ടിയെയും പെർഫോമൻസ് അനലൈസ് ചെയ്യണം. അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ് മനസ്സിലാക്കുക, അവരുടെ ലേണിംഗ് ഡിസബിലിറ്റി റീസൺ കാര്യങ്ങൾ മനസ്സിലാക്കണം, അവരുടെ ഡിഫിക്കൽട്ടീസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വെച്ച് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാം. ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ അധികവും നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടി മനസ്സിലാക്കാൻ ഇത് ഈസി ആയിട്ട് പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇതിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ഈസി ആയിട്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് കാര്യങ്ങൾ കൊടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ് ഡിഫറൻസ്. അപ്പോൾ ഇത് പലപ്പോഴും ഡിഫറൻസ് ബിറ്റ്വീൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാം? 2 കോളം വരച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ എന്താണ് ഒരു ഫുൾ ടോപ്പിക്കോ അല്ലെങ്കിൽ ഫുൾ സബ്ജക്റ്റോ കവർ ചെയ്തതിന് ശേഷം നടത്തുന്ന എക്സാമാണ്. കുട്ടികളുടെ അച്ചീവ്മെൻ്റാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ടൈം ഡ്യൂറേഷനും കൂടുതലായിരിക്കും. അപ്പോൾ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിന് ശേഷം കുട്ടി പാസ് ഓർ ഫെയിൽ എന്ന് മാത്രമേ പറയൂ. അല്ല അതിന് ശേഷം കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അപ്പം ഒരു വെൽ പ്ലാൻഡായി നടത്തുന്നതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഏത് ടീച്ചർക്ക് വേണമെങ്കിലും അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. അതായത് ഇൻവിജിലേറ്റർ ഡ്യൂട്ടിയിലുണ്ടാവുക, സബ്ജക്ട് ടീച്ചേഴ്സ് തന്നെ നിൽക്കണം എന്നില്ല. പക്ഷേ അതന്നെ ഡയഗ്നോസ്റ്റിക്കിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ ഡിഫിക്കൽട്ടി ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുക. അപ്പോൾ അവിടെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും, ടൈം ഡ്യൂറേഷനും കുറവായിരിക്കും, പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ് ആഫ്റ്റർ ദ എക്സാം നടക്കും. ക്വസ്റ്റ്യൻസ് അധികവും ഒരു ഈസി ടൈപ്പ് രീതിയിലാണ് വെക്കുക. അച്ചീവ്മെൻറ്റിനാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് രീതിയിലായിരിക്കും. അതുപോലെ തന്നെ സബ്ജക്ട് ടീച്ചേഴ്സാണ് എക്സാം നടത്തുന്നത്. കാരണം കുട്ടിയുടെ പെർഫോമൻസ് ക്ലാസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സബ്ജക്ട് ടീച്ചേഴ്സ് തന്നെയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യം ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്കോറിംഗ് ആൻഡ് മാർക്കിംഗ് സ്കീമാണ്. എങ്ങനെ സ്കോറിംഗ് മാർക്കിംഗ് കാര്യങ്ങൾ കൊടുക്കുന്നതാണ്. സോ അപ്പം ഡിഫറെൻറ്റ് രീതിയിൽ സ്കോറിങ്ങും മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഗ്രേഡ് വൈസ് കൊടുക്കാറുണ്ട്, മാർക്ക് ബേസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ക്വസ്റ്റ്യനെയും ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഓരോ ക്വസ്റ്റ്യനും അതിനാവശ്യമായിട്ടുള്ള മാർക്ക് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ 2 മെത്തേഡിലൂടെ ഇത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ കുട്ടികളുടെ ഒരു ക്ലാസ് റൂമിലെ കുട്ടികളുടെ ടോട്ടൽ മാർക്സ് എടുത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ ഓരോ സബ്ജക്ട്സിൽ അല്ലെങ്കിൽ ഓരോ ഇതിലെയും മാർക്സ് എടുത്തിട്ട് ആ ക്ലാസ് റൂം ആവറേജ് ആണോ, എബോ ആവറേജ് ആണോ, അതുപോലെ തന്നെ ബിലോ ആവറേജ് ആണോ, അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽറ്റി ആണോ, ആവറേജ് ഡിഫിക്കൽറ്റി ആണോ, അതുപോലെ തന്നെ ലെസ് ഡിഫിക്കൽറ്റി ആണോ എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഐറ്റം ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. F=RU+RL/N × 100 ആണ്. അപ്പോൾ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ പകുതിയാക്കും. അതായത് 30 പേരുണ്ടെങ്കിൽ 15 പേരാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ എത്ര പേര് റെസ്പോണ്ട് ചെയ്തു, എത്ര പേര് കറക്റ്റ് റെസ്പോണ്ട് ചെയ്തില്ല എന്ന രീതിയിൽ നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തിട്ട് ഈ ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ ചെയ്യുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കുക കേട്ടോ. ഇക്വേഷൻസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അതിലുണ്ട്. അപ്പോൾ നമ്മളൊരു ഇത് വെക്കും. ഇത്ര പെർസെൻറ്റേജിന് മേലെയാണെങ്കിൽ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഇത്ര പെർസെൻറ്റേജിന് ഇടയിലാണെങ്കിൽ ആവറേജ് ക്വസ്റ്റ്യൻ ആണ്, ഇത്ര പെർസെൻറ്റ് താഴെയാണെങ്കിൽ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ ആണെന്നുള്ള രീതിയിൽ പറയും. അതുപോലെ തന്നെ നമ്മൾ ഇൻഡെക്സ് ഓഫ് ഡിസ്ക്രിമിനേഷനാണ് നോക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് ഓഫ് ഡിസ്ക്രിമിനേഷനിൽ മോർ ഡിസ്ക്രിമിനേഷനാണോ, ആവറേജ് ഡിസ്ക്രിമിനേഷനാണോ എന്നൊക്കെ നമ്മൾ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നോക്കുന്നത്. മറ്റേ പോലെ തന്നെ സെയിം ഇക്വേഷൻ തന്നെയാണ്. RU-RL/N/2 എന്നാണ് ഇക്വേഷൻ പറയുന്നത്. സോ അപ്പോൾ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട്
എത്രത്തോളം ആ പേഷ്യൻ്റ് ഡിസ്ക്രിമിനേറ്റഡ് ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ പ്രോബ്ലം നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് നോക്കണമെന്നില്ല, തിയറി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും അധികം വരും കേട്ടോ. നമ്മൾ നോക്കാൻ പോകുന്നത് അസസ്മെൻറ്റും സെൽഫ് കോൺഫിഡൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. സോ ഇപ്പോൾ പ്രോപ്പർ അസസ്മെൻറ്റിലൂടെ നമുക്ക് കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് പ്രോപ്പർ അസസ്മെൻറ്റിലൂടെ അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, അവരുടെ ഡിഫറെൻറ്റ് സ്കിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ആസ് എ ടീച്ചർ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ അസസ്മെൻറ്റിലൂടെ അവരുടെ സെൽഫ് എസ്റ്റീം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവർക്കൊരു പോസിറ്റീവ് എൻവിറോൺമെൻറ്റ് ഉണ്ടാവാനും അവർക്ക് കുറച്ചുകൂടി അവരെന്താണെന്ന് മനസ്സിലാവാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗുഡ് പേഴ്സണാലിറ്റി ട്രേറ്റ് ഉണ്ടാവാനും ഒക്കെ സെൽഫ് എസ്റ്റീം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ത്രൂ അസസ്മെൻറ്റ് നമ്മൾ കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ ത്രൂ പ്രോപ്പർ മോട്ടിവേഷൻ കുട്ടികൾക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ലേൺ ചെയ്യാനും ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യാനും ഓരോ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി ഉണ്ടാവാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുട്ടികളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുക, കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന പോലെ നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് പറയാം. അതുപോലെ യു ക്യാൻ ഡു ഇറ്റ്, ഡെഫിനറ്റ്ലി ട്രൈ അഗെയിൻ എന്നുള്ള പോലെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വേർഡ്സിലൂടെ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ നമുക്ക് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാം. നമ്മളൊരു ഇൻക്ലൂസീവ് സ്കൂളിൽ അസസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ഓഫ് സ്കൂളുണ്ട്. അതായത് പാർഷ്യൽ ഇൻക്ലൂഷനുണ്ട്, ഫുൾ ഇൻക്ലൂഷനുണ്ട്. അപ്പോൾ പാർഷ്യൽ ഇൻക്ലൂഷൻ വെച്ചാൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ, ഡിസബിലിറ്റിയുള്ള കുട്ടികൾ മാത്രമേ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഫുൾ ഇൻക്ലൂഷൻ ആകുമ്പം അതിൽ കംപ്ലീറ്റ്ലി എല്ലാ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റിയുള്ള കുട്ടികളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ സ്കൂളിൽ നടത്തുന്ന അസസ്മെൻറ്റ് പോലെ അത്ര ഈസി ആയിരിക്കില്ല ഒരു ഇൻക്ലൂസീവ് സ്കൂളിൽ നടക്കുന്ന അസസ്മെൻറ്റിലെ. ബിക്കോസ് ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ നോക്കേണ്ടി വരും, ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവിടെ നമ്മൾ നോക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ക്ലാസ് റൂമിലുള്ള ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലുള്ള അസസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഡിസേബിൾഡ് കുട്ടികളുടെ അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവരുടെ എന്താണോ അവരുടെ ഡിസബിലിറ്റി കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ പ്രോബ്ലംസ് കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ഇഷ്യൂസ് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ നമുക്ക് കാണാൻ പറ്റുന്ന കോമൺ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വിഷ്വൽ ഇമ്പയർമെൻ്റ് ഉള്ളവർ, അതായത് ടോട്ടൽ ബ്ലൈൻഡ്നെസ്സോ അല്ലെങ്കിൽ പാർഷ്യൽ ബ്ലൈൻഡ്നെസ്സോ ഉള്ളവർ, ഫുള്ളായിട്ടും കാണാത്തവരും കുറച്ചൊക്കെ കാണുന്നവരും. അപ്പോൾ ഇവർക്ക് ഒരുപാട് ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല, അതായത് ഇവർക്ക് പ്രോപ്പറായിട്ട് കാണാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ആസ് എ ടീച്ചർ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കുറച്ചുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ വീഡിയോ വിഷ്വൽസിൽ തന്നെ ഓഡിയോ ഇൻക്ലൂഡ് ചെയ്യുക, ബ്രെയിൽ ലെറ്റേഴ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സെൻസ് ചെയ്ത് പഠിപ്പിക്കുക. ഇതൊക്കെ ആസ് എ ടീച്ചർ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് നല്ല രീതിയിൽ അവരുടെ ലേണിംഗ് ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ അസസ്മെൻറ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് നോർമൽ എക്സാംസ് പോലെ ബ്രെയിൻ ലെറ്റേഴ്സ് വെച്ചിട്ട് എക്സാംസ് പോലെ കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലെക്ചേഴ്സ് നമ്മുടെ ക്ലാസ് റൂം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അവരെ വീണ്ടും വീണ്ടും കേൾപ്പിക്കാം. അതുപോലെ തന്നെ ഓറലി ഉള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ അവരോട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഓറൽ എക്സാമിനേഷൻ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവർക്ക് നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് കാര്യങ്ങളിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ആവശ്യമെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് അവരുടെ അസസ്മെൻറ്റ് മെത്തേഡ് കാര്യങ്ങൾ നടക്കുക. ഇനി നമ്മൾ ഫിസിക്കൽ ഡിസബിലിറ്റിയാണ് നോക്കുന്നതെങ്കിൽ, അതായത് ടെമ്പററി ഓർ പെർമനൻറ്റ് ഫ്ലക്ച്വേറ്റിംഗ് കാര്യങ്ങളാണ് നമ്മുടെ ബോഡി പാർട്സിൽ പെർമനൻറ്റ് ഓർ ടെമ്പററി എന്തെങ്കിലും ഫ്ലക്ച്വേറ്റിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ അവരുടെ ഡിസബിലിറ്റിയുടെ ഒരു അളവ് മനസ്സിലാക്കിയിട്ട് എന്താണോ ഫിസിക്കൽ ഡിസബിലിറ്റി അത് റിമൂവ് ചെയ്യാനുള്ള നെസസറി ആയിട്ടുള്ള ഹെൽപ്പ് കാര്യങ്ങൾ കൊടുക്കണം. അതായത് ടെമ്പററി ഒക്കെ ആണെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കാം. ഇനി പെർമനൻ്റ് ആണെങ്കിലും വീൽ ചെയർ, അങ്ങനത്തെ അവർക്ക് ആവശ്യമായുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അസസ്മെൻറ്റ് മെത്തേഡ് വെച്ചാൽ അവരുടെ മെമ്മറി, സ്പീച്ച്, പെർസെപ്ഷൻസ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ അസസ്മെൻറ്റ് കാര്യങ്ങൾ നടത്തേണ്ടത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഒരു ഡിസബിലിറ്റിയാണ് ഡിസ്ലേഷ്യ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രേസിയ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ലേഷ്യ എന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജിനെ ബാധിക്കുന്നതിനെയാണ് ഡിസ്ലേഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്സ് പ്രോസസ്സിങ്ങിനെ ബാധിക്കുന്ന ഒരു ഡിസബിലിറ്റിയാണ്. ദെൻ ഡിസ്പ്രേസിയ എന്ന് പറഞ്ഞാൽ ബ്രെയിൻസ് എബിലിറ്റി, അതായത് നമ്മുടെ ലോക്കോമോട്ടോർ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരു ഡിസബിലിറ്റിയാണ് ഡിസ്പ്രേസിയ എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനത്തെ മെത്തേഡിൽ ടീച്ചേഴ്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഡിസബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങൾ കൊടുക്കുക. കുറച്ചുകൂടി കമ്പ്യൂട്ടർ ലിങ്ക്ഡ് ടീച്ചിങ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുക. അതുപോലെ കമ്പ്യൂട്ടർ ട്രെയിനിങ് കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരെ നമ്മൾ അസസ് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് ഏതാണോ സ്യൂട്ടബിൾ ആവുന്നത് ആ രീതിയിലാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. അതായത് അവർ അസസ് ചെയ്യുന്ന സമയത്ത് ഗ്രാമർ മിസ്റ്റേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കാരണം അവർക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവില്ലേ. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്ലേഷൻ എന്ന് വെച്ചാൽ ലാംഗ്വേജ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് പ്രോബ്ലമാണ്. അപ്പോൾ അവിടെ ഗ്രാമർ മിസ്റ്റേക്സോ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആ ഒരു നോളേജ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതുപോലെ തന്നെ ലോക്കോമോട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലുള്ള അസസ്മെൻറ്റ് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് മെൻ്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടീസ് ആണ്. അതായത് സൈക്കോളജിക്കൽ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഇമോഷണൽ സൈക്കോളജിക്കൽ ഡിഫിക്കൽട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിൻ്റെ നോർമൽ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. സോ ആ ഒരു കണ്ടീഷനാണ് മെൻ്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ചിലർക്കത് ടെമ്പററി ആയിരിക്കും, ചിലർക്കത് പെർമനൻ്റ് ആയിരിക്കും. അപ്പോൾ ഡിപ്രഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി ഇതൊക്കെയാണ് ഒരു മെൻ്റൽ ഇൽനെസ്സിൽ മോസ്റ്റ്ലി കുട്ടികളിൽ കാണുന്ന കോമൺ ടൈപ്പ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നല്ല രീതിയിലുള്ള അവർക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് കൊടുക്കുക, നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികളുടെ സഫിഷ്യൻറ്റ് പോസിബിലിറ്റീസ് കൊടുത്ത് അവരെ അസസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ദെൻ ഇയറിംഗ് ഇമ്പയർമെൻറ്റ് ഒരു ഡിസബിലിറ്റിയാണ്. സോ നമുക്ക് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റാതിരിക്കുക, ഇതാണ് ഒരു ഹിയറിംഗ് ഇമ്പയർമെൻറ്റോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് ഒരു 50 ഡെസിബലിന് താഴെയുള്ളൂ നമുക്ക് കേൾക്കാൻ പറ്റാതിരിക്കുക. അപ്പം അത് നമുക്ക് ഒരു ഹ്യൂജ് റേഞ്ച് ഓഫ് ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളുണ്ടായിരിക്കും. അത് മേ ബി ജന്മന ഡെഫ് ആകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് സൗണ്ട് കേട്ടിട്ട് ടഫ് ആകുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതെടുത്ത് കുത്തുന്നതുകൊണ്ടോ അങ്ങനെയൊക്കെ ഡഫായി പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ ഈ ഒരു പ്രോബ്ലം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് പ്രോപ്പർ സൈൻ ലാംഗ്വേജ് കാര്യങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, വീഡിയോ വിഷ്വൽസ് കാണിക്കുക, അതിൽ ക്യാപ്ഷൻസ് ബേസ് കാണിക്കുക, അതുപോലെ സൈൻ ലാംഗ്വേജസ് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നോർമൽ എക്സാംസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓറൽ ക്വസ്റ്റ്യനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ വേറൊരു ഡിഫിക്കൽട്ടിയാണ് മെൻ്റലി റിട്ടാർഡ് എന്ന് പറയുന്നത്. അതായത് സ്റ്റുഡൻസിൻ്റെ IQ ലെസ് ദാൻ 70 ആവുന്ന സമയത്താണ് മെൻ്റലി റിട്ടാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോളേജിനെയും ബോഡി ഗ്രോത്തിനെയും സോഷ്യൽ ഗ്രോത്തിനെയും മെൻ്റൽ ഗ്രോത്തിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡിലൂടെ ഇവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത കരിക്കുലം യൂസ് ചെയ്തിട്ടാണ് ഇവരെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ കുട്ടികളുടെ അവരുടെ ലേണിംഗ് ആക്ടിവിറ്റി, അവരുടെ സ്കിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരെ നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് കേട്ടോ.